വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഈ സപ്പോർട്ട് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു മൈനർ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഒരു നല്ല രീതിയിലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു. അതിനുശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയും ബെയറിഷാണ് തന്നിരുന്നത്. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈനെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇതിന്റെ ഇടയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വൺ ഡേയിലേക്ക് പോവാം. വൺ ഡേയിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടില്ല, എന്നാലും അതിന്റെ തൊട്ടടുത്ത് താഴെയുള്ള ഒരു ഇംബാലൻസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേയിൽ മാർക്ക് ചെയ്തിടുന്നത്. വൺ ഡേയിൽ നോക്കിയാൽ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ കാണാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റേഞ്ച് ലോയിനെയും റേഞ്ച് ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 4 ഹവറിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ റേഞ്ച് നമുക്ക് വിസിബിൾ ആണ്. നോക്കിയാൽ കാണാം, ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് താഴോട്ടേക്കും ഇല്ല മുകളിലേക്കും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. 4 ഹവറിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം. ഈ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്തും കാണാം, നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അതിനെ നമ്മൾ സപ്പോർട്ടുമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി ഇതിലൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി സാധ്യതകൾ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ആയി താഴെ നിന്നൊരു നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണ്. സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. അങ്ങനെ ഒരു ബൈ എൻട്രി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഹൈയുടെ അടുത്തേക്ക് വരെ എത്താം. നമുക്ക് ഈ റേഞ്ച് ഹൈ നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാം. ഇവിടെ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും അത്യാവശ്യം മോശമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് മുകളിലോട്ട് പോയി റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സെൽ ഓഫ് വരികയാണെങ്കിൽ ഒരു കൺഫർമേഷനോട് കൂടി ഇവിടെ നിന്നൊരു ബൈ സാധ്യതയുണ്ട്. അപ്പോഴും ഈ റേഞ്ച് ലോ വരാനുള്ള സാധ്യതയുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതൊരു സപ്പോർട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ വീക്കില് രണ്ട് ചാൻസുകൾ കാണുന്നത്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്ന് ഒന്നും കൂടി ഒരു കൺഫർമേഷനോട് കൂടി നല്ലൊരു ക്യാൻഡിൽ തരികയാണ്. ഇതിനെ ഈ ഒരു നല്ലൊരു ക്യാൻഡിലോട് കൂടി ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ റേഞ്ച് ഹൈ വരെ ആയിരിക്കും. ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുക, നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു എൻഗൾഫിംഗ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ഒരു റേഞ്ച് ഹൈയിലേക്ക് വെക്കാം. അപ്പൊ ഇത്രയാണ് 4 ചാൻസുകൾ അല്ലെങ്കിൽ 4 എൻട്രി പോയിന്റുകൾ പറയുന്നത്. പ്രത്യേകിച്ച് റേഞ്ചിന്റെ ഉള്ളിലായതുകൊണ്ട് റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യാതെ നമുക്ക് ലോങ് ടൈമിന് ഒരു എൻട്രി സാധ്യത ഇല്ല. ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, അഞ്ചാമത്തെ സാധ്യത എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നു, ഒരു റീടെസ്റ്റ് തന്നു, ഒരു കൺഫർമേഷനോട് അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത ഏരിയാസ് ഇവിടെ ഉണ്ട്. നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഏരിയ ആണ്. നമ്മുടെ ഡെയിലി അനാലിസിസിൽ പ്രത്യേകിച്ച് ഇന്ന് എടുത്തു പറയുന്ന ഒരു ഏരിയയും കൂടിയാണത്. ഈ ഒരു ഏരിയ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനത്തെ ഉള്ള 5 സാധ്യതകളാണ് അടുത്ത ആഴ്ച ഗോൾഡിലുള്ളത്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോയി നോക്കാം.
US ഓയിലേക്ക് വരുന്ന സമയത്ത് എന്നും പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ടിലാണ് നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡിൽ മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആ ഒരു ബേസിൽ ഈ ആഴ്ച കുറച്ച് സാധ്യതകൾ പറയുന്നുണ്ട്. അതിന്റെ സാധ്യതകൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്നുകൂടി കൺഫർമേഷൻ എടുത്തിട്ട് പറയാം. ഇപ്പോ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ടിനെ കുറിച്ച് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്നുള്ളത്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് ആണ്, അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിങ് ഹൈനെയും സിങ് ലോയിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ഏറെക്കുറെ സിങ് ലോയിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബെയറിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. അതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. നമ്മൾ പോകുന്നത് വൺ ഡേ ചാർട്ടിലേക്കാണ്. വൺ ഡേ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസിന്റെ താഴെ വളരെ ക്ലിയർ ആയിട്ടൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനെയും നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ്ലി മാർക്കറ്റ് നിൽക്കുന്നത് സപ്പോർട്ടിന്റെ തൊട്ട് മുകളിലാണ്. തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് പതുക്കെ പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് ഈ ഏരിയനെ, അതായത് സപ്പോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ടിനെ അപ്രോച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ലോ എന്ന് പറഞ്ഞത് സിങ് ലോയാണ്. സിങ് ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ, അത് നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇംബാലൻസ് ആണ്. ആ ഒരു ഇംബാലൻസ് നോക്കിയാൽ കാണാം, ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ വരച്ചു വെക്കുന്നുണ്ട്, അവിടെ ഒരു ഇംബാലൻസ് ആയിട്ട് വരച്ചു വെക്കുന്നുണ്ട്. ഇനി എടുത്തു പറയാനുള്ളത്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതൊരു പക്ഷേ വൺ ഡേ ചാർട്ടിനേക്കാൾ കുറച്ചുകൂടി വിസിബിൾ ആകുമ്പോൾ 4 ഹവറിലായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നുകൂടി 4 ഹവറിലേക്ക് പോയി നോക്കാം. 4 ഹവറിൽ വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ വരച്ചൊരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, എങ്കിലും വരച്ചു വെക്കുന്നുണ്ട്. ഇനി 4 ഹവറിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി, അതായത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഇവിടം വരെ, അതായത് ഈ നേരത്തെ വരച്ച ഈ ഒരു ലെവൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ഇവിടം വരെ എത്താനുള്ള സാധ്യത. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ 1-2 ക്യാൻഡിലോ റീടെസ്റ്റ് വരും. ആ റീടെസ്റ്റിൽ നിന്ന് ഒരുപക്ഷെ അവിടെ നിന്നൊരു സെൽ എൻട്രി എടുത്താൽ ഇവിടം വരെ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ട് വലിയൊരു ക്യാൻഡിൽ, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ വലിയൊരു ബൈ ക്യാൻഡിലോ വന്നിട്ടുണ്ടെങ്കിൽ എൻട്രി നോക്കാതിരിക്കുക. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മാർക്കറ്റ് കുറച്ചൊന്നും കൂടി പോയിട്ട് ഒരു റീടെസ്റ്റിന് വരും. അങ്ങനെ റീടെസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്നിട്ടൊരു ബൈ എൻട്രി നോക്കാം. ആ ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഇംബാലൻസ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഈ ഇംബാലൻസ് ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്, കാരണം ഓൾറെഡി എടുത്തത് കൊണ്ട് ഇംബാലൻസ് ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇവിടെ നിന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈ വരെ ഏറെക്കുറെ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോഴും ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ട്രേഡ് നടക്കാനുള്ള സാധ്യത. അതിനെയും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത്, ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു റീടെസ്റ്റിന് വരുന്ന സമയത്ത് വീണ്ടും അവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാം. സെൽ എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് ടാർഗറ്റ്. പക്ഷെ പോകുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കണം ടാർഗറ്റ് വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് 4 ഹവറിന്റെ സെൽ എൻട്രി ബൈ എൻട്രിയും പറയുന്നത്. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ സെൽ എൻട്രിയിൽ നിന്ന് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് നല്ലവണ്ണം താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അത് ഏറെക്കുറെ ഈ ഒരു 61,500 എന്നുള്ള ലെവൽ വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ അവിടേക്ക് എത്തണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ ടൈറ്റ് റേഞ്ചിലായതുകൊണ്ട് ലോകളും ഹൈകളും ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ടും താഴോട്ടേക്കും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ സെല്ലിനോ ബൈക്കോ ലോങ് ടൈമിന് നോക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡേ ട്രേഡിങ്ങിനും വേണ്ടിയിട്ടും ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ US ഓയിലിന്റെ അനാലിസിസ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതും ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്റൂട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കി ഫിൽ ചെയ്യുക. ട്രേഡ്റൂട്ട് നിങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.